അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ എത്തുന്നതിൽ സന്തോഷിക്കുന്നു കേരളത്തിലെ സന്തോഷ് ട്രോഫി ടീം. മെസ്സിയെ നേരിട്ട് കാണാനുള്ള അവസരം കേരളത്തിലെ ആരാധകർക്ക് ലഭിക്കുന്നതിന്റെ ആവേശം പങ്കുവയ്ക്കുകയാണ് കേരള ടീമിന്റെ കോച്ചും ക്യാപ്റ്റനും. അനൂപ് ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. റെയിൽവേസിനെതിരായ ആദ്യ മത്സരം വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് കേരള ടീം. ക്യാപ്റ്റൻ സഞ്ജു കോച്ച് ഇവിടെ ഉണ്ട്, നമുക്ക് സംസാരിക്കാം. എന്തായാലും ആവേശകരമായ വിജയം അല്ലേ? അങ്ങനെ ഈസി ആയിരുന്നില്ല. ടൈറ്റ് മാച്ചായിരുന്നു. ഫസ്റ്റ് മാച്ചിന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രഷറും കാര്യങ്ങളുണ്ട്. ടീം ഒരു ഒത്തിണക്കത്തിലൂടെ വരാൻ ഫസ്റ്റ് ഹാഫ് കുറച്ച് ബുദ്ധിമുട്ടി. എങ്കിലും സെക്കൻഡ് ഹാഫ് ടീം നന്നായിട്ട് കളിച്ചു. ഓക്കെ, നെക്സ്റ്റ് അടിപൊളി ഗോളായിരുന്നു. നല്ല ഗോളായിരുന്നു, നല്ല മൂവായിരുന്നു. ഒരു ടീം എന്നുള്ള രീതിയിലുള്ളൊരു സ്കോറിംഗ് ആയിരുന്നു അത്. ഡിഫൻസിൽ നല്ല പ്രകടനങ്ങൾ കണ്ടു. ഇനിയിപ്പോൾ നമ്മുടെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കി അടുത്ത മാച്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇന്നത്തെ വിജയം നല്ലൊരു തുടക്കത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഈ വിജയത്തിന്റെ ആവേശം തന്നെ ചോദിക്കട്ടെ, അർജന്റീന ടീം കേരളത്തിലേക്ക് വരുന്നുണ്ട്. 2 കളി കളിക്കുന്നുള്ള ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അങ്ങനെ ഒരു ടീം വരുമ്പോഴുള്ള പ്രതീക്ഷ? എന്താ ടീം അങ്ങനെ ഒരു അർജന്റീനൻ ടീമിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് കളി കാണൽ ചിലപ്പോൾ സ്വാഭാവികമായും നടക്കില്ല. അർജന്റീന നമ്മുടെ ഒരു ഫാൻ ടീം തന്നെയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിൽ എന്താ ഗുണം എന്നുള്ളത് കൊണ്ടുവരുന്നവർക്ക് അറിയുള്ളൂ അതിൻ്റെത്. പക്ഷേ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ടീമിനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനമായിട്ട് കണക്ക് കൂട്ടാം നമുക്ക്. അപ്പോൾ അവർക്ക് അർജന്റീന ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഫുട്ബോളിനെ കുറിച്ചിട്ട് ആൾക്കാർ ചർച്ച ചെയ്യും. കൂടുതൽ പബ്ലിസിറ്റിക്ക് ചാൻസസ് കൂടുതലാണ്. കാണികൾക്കൊരു എന്താ പറയുക, ഒരു മെസ്സിനെ പോലുള്ള പ്ലേയേഴ്സിനെ കാണാമെന്ന് പറഞ്ഞ ഒരു ഭാഗ്യം തന്നെ. അത് കേരളത്തിൽ വരുമ്പോൾ കാണാൻ പറ്റുന്നതിൽ ഒരു ഭാഗ്യം. ഏതായാലും കേരള ടീം സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്. ഇവിടെ കളി ജയിച്ചതിലും ഒപ്പം തന്നെ അർജന്റീന ടീം കേരളത്തിലേക്ക് വരുന്നതിലും. ജോം ടി കെക്കൊപ്പം കോഴിക്കോട് നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.